ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പൊട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ കുറച്ച് സൊല്യൂഷൻസുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാവർക്കും തന്നെ നൂല് പൊട്ടിപ്പോകാറുണ്ട്, പ്രത്യേകിച്ചും തുടക്കക്കാർക്ക്. പലപ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള കാരണങ്ങളായിരിക്കും, അത് നമുക്ക് തന്നെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. 8 റീസൺസ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെയും കണ്ടു നോക്കുക. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ നൂല് വാങ്ങുമ്പോൾ ക്വാളിറ്റി ഉള്ള നൂല് തന്നെ നോക്കി വാങ്ങുക. പലപ്പോഴും എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഏത് കമ്പനിയുടെ ആണ് നല്ല നൂല് എന്ന്. അപ്പം ഞാനിങ്ങനെ ഒന്നോ രണ്ടോ കമ്പനികളുടെ അടുത്ത് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ കടയിൽ ചെന്നിട്ട് ആ കടക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും നല്ല നൂല് ഏതാണ് എന്ന്, നല്ല കമ്പനി ഏതാണെന്ന്. അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളിതുപോലെ നൂലെടുത്തിട്ട് കുറച്ച് നൂലിങ്ങനെ നീട്ടി ഒന്ന് വലിച്ചു നോക്കുക. സാമാന്യം നന്നായിട്ട് വലിച്ചാൽ പോലും നല്ല നൂലുകളാണെങ്കിൽ പൊട്ടില്ല. നല്ല ബലത്തിലല്ല, കണ്ടോ, ഇതിപ്പോൾ നല്ല ബലത്തിൽ വലിച്ചിട്ട് പോലും ഇത് പൊട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ പൊട്ടാത്ത നൂല് നോക്കി വാങ്ങുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ മെഷീനിൽ നൂലിടുമ്പോൾ എപ്പോഴും കറക്റ്റായിട്ട് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. ആദ്യം നമ്മളിവിടെ നൂല് വെച്ചു, രണ്ടാമത് ഈ നോബിലിട്ടു, പിന്നെ മൂന്നാമതായിട്ട് ഈ സ്പ്രിങ്ങിൻ്റെ ഇവിടെ കൂടി കറക്റ്റായിട്ട് ഇത് കൊരുക്കുക. ഈ 2 സ്പൂളുകൾക്കിടയിൽ ആയിട്ട് തന്നെ കൊരുക്കുക. അതിനുശേഷം ഈ നോബിൽ കൂടി കടത്തുക. അതിനുശേഷം ഈ നോബിലും കടത്തിയിട്ട് വേണം നമ്മൾ നീഡിലിൽ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നൂലിട്ട് കഴിയുമ്പോൾ ഇതുപോലെ കുറേ നൂലൊക്കെ ഇങ്ങനെയൊന്നും ലൂസായിട്ട് ഇടരുത്. കറക്റ്റായിട്ട് നല്ല ടെൻഷനിൽ തന്നെ ഇത് നിൽക്കുക. ഈ നൂലെല്ലായിടത്തും അതുപോലെ തന്നെ നല്ല ടെൻഷനിൽ തന്നെ നിൽക്കുക. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലൂസായിട്ടൊന്നും ഇടാൻ പാടില്ല. ഇതുപോലെ കൃത്യമായിട്ട് നീഡിലിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾ നൂലിടുക. ഏതെങ്കിലും ഒരു ഭാഗം മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ചിങ്ങിൽ കാണാൻ പറ്റും. നൂല് പൊട്ടുകയോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് മോശമാവുകയോ ചെയ്യും. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ ഫാസ്റ്റായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഇതിങ്ങനെ കറങ്ങി വന്നിട്ട് ഇത് ചിലപ്പോൾ ചെറുതായിട്ട് പൊങ്ങി പോവുകയും ഇതിങ്ങനെ ഈ നൂല് ഇതിൽ കയറി ചുറ്റാനും സാധ്യതയുണ്ട്. അങ്ങനെ പറ്റിയാലും ഇങ്ങനെ ചിലപ്പോൾ ഇത് 1-2 ചുറ്റിലൊക്കെ വരും. നമ്മൾ തയ്ക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല. അപ്പോൾ അങ്ങനെ ചുറ്റിയാലും ഈ നൂല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നാലാമത്തേതായിട്ടുള്ള കാര്യം, ഇതുപോലെ നൂല് ചുറ്റിയിരിക്കുന്ന ഈ റോള് കണ്ടോ, ഇതിനുള്ളിലെ ഇത് കട്ടിയുള്ള ഒരു പേപ്പറാണിത്. അപ്പോൾ ഈ റോള് ഇതുപോലെ ഇങ്ങനെ പതുങ്ങിയിരിക്കുക. ഇതിങ്ങനെ കണ്ടോ, നമ്മൾ ചിലപ്പോൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ നൂല അമർത്തി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആയി പോകും. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെടുത്ത് ഉപയോഗിച്ചാലും ഇതുപോലെ ആയി മാറും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് മെഷീനിലിട്ടാൽ ഇത് കറങ്ങത്തില്ല. ഫ്ലുവൻ്റായിട്ട് ഇതിങ്ങനെ കറങ്ങി വരില്ല. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് കയറാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അഥവാ കയറിയാൽ തന്നെയും ഇതിങ്ങനെ നൂല് ഇങ്ങനെ വരില്ല, നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് നൂല് ശ്രദ്ധിക്കുക. നൂലിങ്ങനെ ഇതുപോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നൂല് എപ്പോഴും കണ്ടോ ഇതുപോലെ തന്നെയാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെ റൗണ്ടായിട്ടിരുന്നാലേ നമുക്ക് മെഷീനിൽ ഇട്ടിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയാലും നമ്മുടെ കത്രിക ഉപയോഗിച്ച് നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കി എടുക്കുക. ശരിയായി വരും ഇത്. കണ്ടോ, ഇങ്ങനെ 2 സൈഡും നമുക്ക് കത്രിക ഉപയോഗിച്ച് ഇതിനെ റൗണ്ടായി എടുക്കുക. അപ്പോൾ കഴിവതും ഇങ്ങനെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നൂലിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് നമ്മൾ മെഷീൻ്റെ കാര്യമാണ്. നമ്മൾ ഈ നൂലിടുന്ന ഈ ഭാഗത്തെ ടെൻഷൻ കണ്ടോ, ഈ സ്പ്രിങ്ങിൻ്റെ ഭാഗത്തെ ടെൻഷൻ കറക്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഈ സ്പ്രിങ് ലൂസ് ആവുകയോ ടൈറ്റ് ആവുകയോ ചെയ്താൽ നൂല് പൊട്ടിപ്പോവും. ലൂസായാൽ നൂലിങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. കണ്ടോ, ഇങ്ങ് വരും. അതേസമയം ഒത്തിരി ടൈറ്റ് ആയാൽ ഈ നൂല് വരികയുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. വളരെ സ്മൂത്തായിട്ട് ഈ നൂല് വരുന്ന ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ വെച്ച് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ലൂസ് ആയാലും സ്റ്റിച്ച് കറക്റ്റായിട്ട് വീഴില്ല, ടൈറ്റ് ആയാലും നൂല് പൊട്ടിപ്പോവുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ സൂചിയുടെ പൊസിഷനാണ്. ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ നൂല് പൊട്ടിപ്പോകും, ബാഡ് സ്റ്റിച്ച് വീഴും. അപ്പോൾ ഇതിന് ഒരു കൃത്യമായ ഒരു ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ തന്നെയും അത് പ്രശ്നമാണ്. അപ്പോൾ കൃത്യമായിട്ട് സൂചി കറക്റ്റായിട്ടാണോ ഇട്ടിരിക്കുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ സൂചിയുടെ ഈ തുമ്പ് ഭാഗം വന്നിട്ട് ആ ഷാർപ്നെസ് ഉണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ അത് ഒടിഞ്ഞു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചെറിയൊരു വളവൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് നൂല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നീഡിൽ കറക്റ്റ് പൊസിഷനിൽ തന്നെ, നല്ല നീഡിൽ തന്നെ വെക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റിച്ചിങ് റെഗുലേറ്ററാണിത്. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ 0-ലൊക്കെ കൊണ്ടുവച്ചാൽ വളരെ ചെറിയ സ്റ്റിച്ചിങ് ലെങ്തേ വരികയുള്ളൂ. അപ്പോൾ ഇത്തിരി കട്ടി കൂടിയ തുണിയാണ്, ഇതുപോലെ ലെങ്തും കുറവായിട്ടാണ് വെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നൂല് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് വെക്കുക. ഒരു മീഡിയം പൊസിഷനിൽ വെച്ചായിരിക്കും നമ്മൾ എപ്പോഴും തയ്ക്കുന്നത്. അതിൽ കൂടുതൽ കട്ടിയുള്ള തുണിയാണെങ്കിൽ അല്പം കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുത്ത് സ്റ്റിച്ചിങ് റെഗുലേറ്റർ കറക്റ്റാക്കി വെക്കുക. അല്ലെങ്കിൽ നൂല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത്, നമ്മൾ ഓയിലിട്ട് മെഷീൻ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഓയിൽ ഇട്ട് മെഷീൻ വെക്കുക. അല്ലെങ്കിൽ മെഷീൻ ജാമായിട്ട് നൂല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മളൊരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇതുപോലെ ഓയിലൊക്കെ ഇട്ട് മെഷീൻ സൂക്ഷിക്കുക. അതുപോലെ കവർ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.